സത്യം പറയാലോ നമ്മുടെ മോണിക്കേട്ടാ ഞാനും ഇവളും കൂടി കൂട്ടിൽ കിടന്നിട്ട് ഒരേ കളി. ഞാൻ അവളെ മരുന്ന് വെക്കാനും അവളെന്നെ കടിക്കാനും. ഇപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ കൊടുന്ന ഭക്ഷണം ആൾ കഴിക്കുന്നില്ല. ആൾ ഇവിടുത്തെ നമ്മൾ മറ്റേ ഡ്രൈ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ മരുന്ന് എങ്ങനെയൊക്കെ അവളറിയാതെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്ന് അടിയിൽ, അതായത് അവളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഭാഗം കൊണ്ട് പൊളിഞ്ഞിറക്കണ് ഉള്ളിലേക്ക്. ഞാൻ ആദ്യം വെച്ചാൽ സ്റ്റിച്ച് ഇടേണ്ടി വരുമോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ അപ്പോൾ പുഴും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ക്ലീനാണ്. അപ്പോൾ നമ്മൾ മരുന്ന് എത്രത്തോളം കോട്ട് ബാക്കിൽ ഉറച്ചാനും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നാളും കൂടി ആയ ഉണങ്ങും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ദിവസത്തിന്. അപ്പോൾ ഞാൻ തന്നെ ഒന്നും വരും. ഞാൻ വരാത്ത ദിവസം ഇവിടുത്തെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഏട്ടൻ കാര്യങ്ങൾ നോക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയ കൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ പറ്റും. രക്ഷപ്പെടുത്തി നമുക്ക് തിരിച്ചു കൊണ്ടുപോയി വിടണം. അടിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മറ്റേ നോക്ക്, അടിഭാഗം കണ്ടില്ലേ? അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്തായാലും നോക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം പൊന്നാനിക്കാണ്. പൊന്നാനി കടപ്പുറത്തൊരു കുട്ടി വണ്ടി അടിച്ച് കിടക്കുന്നുണ്ട്. അതിനടുത്ത് പോകണം. പ്രഭാകരൻ്റെ അടുത്ത് പോകണം. പുൽപ്പാകരത്തെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ അടിക്കണം. അപ്പോഴത്തേനും ഫുഡ് റെഡി ആവും. വീട്ടിലെത്തുമ്പോൾ 5 മണിയാവും. ഇന്ന് വീട്ടിലൊരു പണിയുണ്ട്, വേസ്റ്റ് കുഴി കുത്തനൊക്കെ. അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം ഓർക്കണം, നമുക്ക് വന്ധീകരിക്കാനുള്ള കുട്ടികളുണ്ട്. അവർക്ക് വന്ധീകരിക്കാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടണം, സഹകരിക്കണം.